വരണ്ടേ? ഓക്കെ. അപ്പോൾ ചെടിയൊക്കെ കിട്ടിയോ? കിട്ടിയില്ല, തന്നില്ലേ? സ്കൂളിൽ നിന്ന് തന്നില്ലേ ടീച്ചർ? സാധാരണ എല്ലായിടത്തും കൊടുക്കുന്നതാണ്. പരിസ്ഥിതി ദിനത്തിന് നമുക്ക് ആകെ കിട്ടുന്നത് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് കുറേ ചെടി തരും, വീട്ടിൽ കൊണ്ട് വയ്ക്കും. അന്ന് നട്ട് ടീച്ചറിന് ഫോട്ടോ അയച്ചു കൊടുക്കും. പിറ്റേന്ന് അതിന്റെ പൊടി പോലും കാണൂല. അങ്ങനെയല്ലേ സാധാരണ നടക്കുന്നത് അല്ലേ? പ്രാവശ്യം കിട്ടിയില്ലേ? കൊടുത്തില്ലേ ടീച്ചറെ? ആ ഉണ്ട്, തരും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തരും. വീട്ടിൽ കൊണ്ട് നടുവോ? നടും. എന്നിട്ട് പണ്ട് ഇതിന് മുമ്പ് ജൂൺ 5 നട്ടതൊക്കെ പൊടിച്ച് മരമായി ഇതൊക്കെ വന്നോ? അയ്യേ, കള്ളം പറയല്ലോ. ഒരെണ്ണമെങ്കിലും വന്നാടാ? എന്ത് വന്നോ? ഏതെങ്കിലും ചെടി വലുതായോ? ആ, നോക്കാതെ പിന്നെ എങ്ങനെ വലുതാവും? നിങ്ങളെ നോക്കാതെ ഇട്ടിരുന്നാ നിങ്ങൾ വലുതാവോ? വെറുതെ അങ്ങ് പോട്ടെന്ന് പറഞ്ഞ് അങ്ങ് കളഞ്ഞിട്ടിരുന്നാ നിങ്ങൾ വലുതാവോ? അപ്പൊ പിന്നെ ചെടിയെ നോക്കാതിരുന്നാ വലുതാവോ? ഇന്ന് കൊണ്ടുപോയി നടുന്നത് അപ്പൊ നോക്കി വെള്ളം ഒഴിച്ച് വലുതാക്കുവോ? ഉറപ്പാണോ? പ്രോമിസ് ആണോ? അടുത്ത വർഷം ജൂൺ 5 ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ട് ഇവിടെ വരും. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്ക് വലുതായി എന്ന് കാണിച്ചു തരുവോ? പറയുവോ? ഓക്കെ. എന്റെ പരിചയം ഉണ്ടോ? ആർക്കും ഇല്ല. പോട്ടാ പിന്നെ നാണം കിടത്തി എന്നെ. ആർക്കും ഒരു പരിചയമില്ല. യൂട്യൂബ് ഒന്നും കാണാറില്ലേ? കാണൂല. നല്ല പിള്ളേരാണ്, പഠിക്കും. ഫോൺ ഉപയോഗിക്കാറില്ല. ഇല്ല, ഫോൺ ഉപയോഗിക്കൂല. എന്റെ ദൈവമേ, ആദ്യമായിട്ടാണ് ഒരു 10-25 സ്കൂളിൽ, 25 അല്ല അതിലും കൂടുതൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഫോൺ ഉപയോഗിക്കാത്ത കുട്ടികളുള്ള ഒരേ ഒരു സ്കൂൾ മധുവനം. ആണോടാ? സത്യം പറ, ഉപയോഗിക്കൂലേ? ഉപയോഗിക്കും. കള്ളം പറയല്ലേ? ഉപയോഗിക്കും. ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ അല്ലേ? അല്ല, ചിലപ്പോഴൊക്കെ ബാക്കി ചെയ്യും. ബാക്കി ഫോണ്. പോട്ട് സാരമില്ല. അപ്പൊ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. കൊച്ചു പിള്ളേരൊന്നുമല്ല, വലിയ പിള്ളേരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഇല്ലേ പിള്ളേരെ? ഉണ്ട്. അതിലൊക്കെ ഞാനുണ്ട്. അത് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫോറസ്റ്റ് ഓഫീസറാണ്. വനം വകുപ്പിലാണ് എനിക്ക് ജോലി. പേരറിയാലോ? എന്തുവാ? റോഷ്നി. ഇനി ആര് വന്നു വീട്ടിൽ ചെന്ന് പറയണ്ടേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുമോ? പറയണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളിൽ വരുമ്പോ ക്ലാസ്സിൽ വന്ന് കയറുന്നത് മുതൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ആരോട് പറയണം? അമ്മയോടും അച്ഛനോടും പറയണം. പറയൂലേ? പറയണം. എല്ലാ കാര്യവും പറയണം. ടീച്ചർ ഏത് കളർ സാരി ഉടുത്തു വന്നു? ടീച്ചർ കാണാൻ സുന്ദരിയാണോ? ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന കുട്ടി പിച്ചിയോ മാന്തിയോ? എല്ലാ കാര്യവും പറയണം കേട്ടോ. പറയൂലേ? എല്ലാ കാര്യവും വീട്ടിൽ ചെന്ന് ആരോട് പറയണം? അമ്മയോട് പറയണം. അമ്മ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അമ്മയെ പിടിച്ചിരുത്തി പറഞ്ഞിട്ടേ വിടാവും. ഓക്കെ ആണോ? ഇന്ന് മുതൽ അങ്ങനെ ചെയ്യുവോ? എല്ലാ കാര്യങ്ങളും പറയൂലേ? അമ്മയോട് പോയി പറയണം. അപ്പൊ അമ്മ ചോദിക്കുന്ന ആര് വന്നോന്ന് ചോദിക്കും. അപ്പൊ എന്തു പറയും? ഓ, ഒരു പെണ്ണുപിള്ള രാവിലെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്ന് പറയോ? ഇല്ല. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണ്ടേ? അതിനു വേണ്ടി പറഞ്ഞതാ. എൻ്റെ പേര് റോഷ്നി എന്നാണ്. ഞാൻ കേരള വനം വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. വനം വകുപ്പ് അറിയോ? അറിയാം. ഓക്കെ. അപ്പോൾ വനം വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ മോള് പറഞ്ഞ പോലെ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയും. ദ്രുതകർമ്മ സേന. നമ്മുടെ വന്യജീവികളെല്ലാം സംരക്ഷിക്കുന്ന ദ്രുതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വിങ് ഉണ്ട്. അതിലാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവാൻ കാരണം ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നും അല്ല. പാമ്പിനെ പിടിക്കും ഞാൻ. പാമ്പിന് പേടിയുണ്ടോ? എത്ര പേർക്ക് പേടിയുണ്ട്? അപ്പൊ പേടിയില്ലാത്തവരെല്ലാം ഞാൻ കൊണ്ടുപോകുന്നു പാമ്പിനെ പിടിക്കും. വരുവോ? അല്ലെങ്കിൽ ഒരെണ്ണം എടുത്തോണ്ട് വരട്ടോ? പിടിക്കുവോ? ഓക്കെ, നല്ല കാര്യം. പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ പാമ്പിനെ പിടിക്കും ഞാൻ. ഇതുവരെ കേരളത്തിലെ വനം വകുപ്പില്, കേരള വനം വകുപ്പില് അതാണ് ഒരു പ്രത്യേകത എന്ന് പറയാൻ കാര്യം. കേരള വനം വകുപ്പിലെ ഡിപ്പാർട്ട്മെന്റില് കേരളത്തിലുടനീളം പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആകെ ഒരു വനിത ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ പ്രത്യേകത. അത്രേ ഉള്ളൂ. വേറെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ഏകദേശം 400-500ഓളം പാമ്പുകളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60-70ഓളം പെരുമ്പാമ്പ് ഉൾപ്പെടെ വിഷമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പാമ്പുകളെ പിടിച്ചിട്ടുണ്ട്. പാമ്പ് മാത്രമല്ല, വന്യജീവികൾ അത്യാവശ്യം എല്ലാത്തിനെയും ഞാൻ പിടിക്കും. മുള്ളമ്പന്നി, മരപ്പട്ടി, മാന്, മയില്, മൂങ്ങ തുടങ്ങി അത്യാവശ്യം എല്ലാ വന്യജീവികളെയും നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ പിടിക്കും കേട്ടോ. വലിയ സംഭവമല്ലേ? ഒരു ക്ലാസ് തന്നെ വെറുതെ പറഞ്ഞതാ. നിങ്ങളൊന്ന് ഉഷാറാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ? ഹാപ്പി അല്ലേ? മറ്റേ ആ സിനിമയിൽ ചോദിക്കും പോലെ മോൻ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കൂലേ? ഏത് സിനിമയിലാ? അത് എന്ത് നന്നായിട്ട്
അറിയാം. എന്നിട്ടാണ് എന്നെ അറിഞ്ഞൂടാത്തത്. മോശമായിപ്പോയി. അപ്പൊ അതിന് ചോദിച്ചു എന്നേ ഉള്ളൂ. ഹാപ്പി അല്ലേ ചോദിച്ചു. നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടി ചോദിച്ചാ കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം, ഇതുപോലെ ഒത്തിരി സ്റ്റേജുകളിൽ പോയി നിൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അതുകൊണ്ടാണ്. അതിനു മുൻപ് ഞാൻ 2017 വനം വകുപ്പിൽ വരുന്നത്. അതിനു മുമ്പ് 2007 മുതൽ ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും ആകാശവാണിയിലും ന്യൂസ് റീഡറാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ദൂരദർശൻ കാണുമോ? ഇല്ല, അത് കാണൂല, ഞാൻ സമ്മതിക്കാം. കാരണം ഞാൻ കാണാറില്ല. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരദർശൻ വലിയ പരിചയം കാണൂല. നമ്മുടെ ആദ്യത്തെ ചാനലാണ് ദൂരദർശൻ മലയാളം, അല്ലേ? കേട്ടിട്ടില്ലേ ദൂരദർശൻ? ഓക്കെ. കുടപ്പനക്കുന്നിലാണ്, തിരുവനന്തപുരം കുടപ്പനക്കുന്നിലാണ് ദൂരദർശൻ കേന്ദ്രം. 18 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലെ ന്യൂസ് റീഡറാണ്. അതിൻ്റെ തന്നെ സഹോദര സ്ഥാപനമാണ് ആകാശവാണി. കേട്ടിട്ടില്ലേ? റേഡിയോ കേൾക്കുന്നത്. അതെ, ആകാശവാണിയിലും ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം ആകാശവാണി വിട്ടു, ദൂരദർശനിൽ പോകുന്നുണ്ട്. ഇന്നും ഉണ്ട്, വൈകിട്ട് ന്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. നിങ്ങളെപ്പോലെയുള്ള സുന്ദരന്മാരെയും സുന്ദരികളെയൊക്കെ പോയി കാണാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു സ്കൂളിൽ പോകണം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിള്ളേരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജൂൺ 5-നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡേ അല്ലേ? നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നമ്മുടെ പരിസ്ഥിതിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ അല്ലേ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. വന്യജീവികളെല്ലാം പുറത്തിറങ്ങി വരുന്നുണ്ട്. പണ്ട് നമ്മൾ സൂവിൽ പോയി കണ്ടുകൊണ്ടിരുന്ന വന്യജീവികളെല്ലാം ഇപ്പോൾ എവിടെയുണ്ട്? നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നൊക്കെ പാമ്പ് ഇഷ്ടം പോലെയാണ്. വട്ടിയൂർക്കാവ് നമുക്കൊരു റെസ്ക്യൂർ, ഒരു വോളണ്ടിയർ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു പുള്ളിയുണ്ട് ഇവിടെ, ബിജു എന്ന് പറഞ്ഞിട്ട്. വട്ടിയൂർക്കാവിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കോള് വരും. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇതാണ് പ്രശ്നം. ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ഒരു 3-4 കോള് വന്നു. അപ്പോൾ ഈ വരുമ്പോഴെല്ലാം വണ്ടി നിർത്തണം. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ലാഗ് വരുന്നത് അതുകൊണ്ടാണ്. പാറ്റിങ്ങിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വിളിക്കും. പാമ്പിനെ കണ്ടു, പാമ്പ് വീട്ടിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തിരക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവരോട് അതെങ്ങനെയാണ് അതിനൊന്ന് മാറ്റി കൊടുക്കണ്ടേ? അവിടെ നിന്ന് അവർ കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടേ പിന്നെ അടുത്ത് വീണ്ടും വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ എന്തുവാണ്? വനത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഏത് വനത്തിൽ പോയിട്ടുണ്ട്? സൂര്യനെല്ലി പോയിട്ടുണ്ട്. വേറെ വനത്തിലൊന്നും പോയിട്ടില്ല. എവിടെ? കേട്ടില്ല. പൊന്മുടി പോയിട്ടുണ്ട്. പിന്നെ വേറെ എവിടെ പോയിട്ടുണ്ട്? കൊടൈക്കനാല് വനം. കൊടൈക്കനാല് വനം ഉണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. വേറെ ഏത് വനത്തിൽ പോയിട്ടുണ്ട്? നിങ്ങളുടെ ഇവിടെ അടുത്തൊന്നും വനത്തിൽ പോയിട്ടില്ല? ഇല്ല. നെയ്യാർ ഡാമില്, നെയ്യാർ ഡാം എന്നുള്ളതുകൊണ്ടാണ് വനം വരാത്തില്ല. നെയ്യാർ വനമുണ്ട്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. നെയ്യാറുണ്ട്. പിന്നെ കോട്ടൂര് പോയിട്ടില്ലേ? ആന പുനരധിവാസ കേന്ദ്രത്തിൽ പോയിട്ടുണ്ടോ? അവിടെ ഉണ്ട്, അത് വനമാണ്. പിന്നെ പൊന്മുടി വനമാണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോയിട്ടുണ്ടോ? പേപ്പാറ ഡാമൊക്കെ ഉണ്ട്. പോയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകില്ലേ? ടീച്ചറോട് പറയണം കൊണ്ടുപോവാൻ. ഞാനിന്ന് ഇവിടെ വന്ന് കംപ്ലീറ്റ് ടീച്ചറിന് പാര വെച്ചിട്ടേ പോകുള്ളൂ. കൊണ്ടുപോകാൻ പറയണം കേട്ടോ. പോവില്ലേ? വനത്തിൽ പോകണം. വനത്തിൽ പോയാൽ നിങ്ങൾ എന്തുവാണ് അതിൻ്റെ ഭംഗി നിങ്ങൾ അറിയണം. നമുക്കിപ്പോൾ ഉൾവനത്തിലോട്ട് ചുമ്മാ ചെന്ന് കയറാൻ പറ്റത്തില്ല. ട്രസ്പാസിന് കേസെടുക്കും, അതിക്രമിച്ച് കയറിയതിന്. നമ്മൾ പെർമിഷൻ വാങ്ങി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി നേച്ചർ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇവിടെ പേപ്പാറ നേച്ചർ ക്യാമ്പുണ്ട്, കല്ലാർ മീൻമുട്ടി എക്കോ ടൂറിസത്തിലെ നേച്ചർ ക്യാമ്പുണ്ട്, നെയ്യാറിൽ നേച്ചർ ക്യാമ്പുണ്ട്. നെയ്യാറിലൊക്കെ ആണെങ്കിൽ തങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് നേച്ചർ ക്യാമ്പ്. ഇതെല്ലാം വനം വകുപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് തരുവാണ് നിങ്ങൾക്ക്, 3 നേരം ഫുഡ് ഉൾപ്പെടെ. എന്നിട്ട് ഈ ടീച്ചേഴ്സ് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ പറഞ്ഞു കൊണ്ടുപോകണം കേട്ടോ. നമ്മളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ വനത്തിൽ പോയി നിങ്ങൾ കാണണം. നമ്മുടെ എന്തുവാണ് വനം ശരിക്കും പറഞ്ഞാൽ കുറേ വനമൊക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മരം മുറിച്ച 2 എണ്ണം ആരെങ്കിലും വയ്ക്കുമോ? വയ്ക്കാറുണ്ടോ? വയ്ക്കാറില്ല. നമ്മുടെ പരിസ്ഥിതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട്. കാലാവസ്ഥയുടെ മാറ്റം ഉണ്ടാവുന്നില്ലേ? ഇപ്പം മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യുന്നില്ലേ? പിന്നെ നമ്മുടെ ചുറ്റും നമ്മുടെ ഒരു ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ട്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? ഫുഡ് ചെയിൻ. ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്തുവാണ് ഫുഡ് ചെയിൻ? എവിടുന്നാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? പുല്ലിൽ നിന്നാണല്ലേ? പുല്ലിൽ നിന്ന് ആര് പോവും അടുത്ത്? ഗ്രാസ് ഓപ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പുൽച്ചാടി ഇപ്പൊ കാണാറുണ്ടോ? എവിടെ? ഇപ്പൊ അധികമൊന്നുമില്ല. ഉണ്ടോ? കാണുന്നുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുല്ലിന് അടുത്തൂടെ പോയി ഇങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിൽ ചാടി പോകുന്നതാണ്. ഇപ്പൊ അധികമൊന്നും ഇല്ല. പുൽച്ചാടി ആര് പിടിക്കും?
തവള പിടിക്കും. തവളയെ കാണാറുണ്ടോ? നിങ്ങൾ കാണും? എവിടെ കാണും? വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്, തവള ഉണ്ട് അല്ലേ? ഒത്തിരി പണ്ടൊക്കെ ഒത്തിരി തവള ഉണ്ടായിരുന്നു. മഴ വരുന്നതിന് മുമ്പ് തവളയുടെ ഭയങ്കര വിളി കേൾക്കും അല്ലേ? അപ്പൊ പറയും മഴ വരുന്നു എന്ന് പറയും. ഇപ്പൊ അങ്ങനത്തെ വിളിയൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, വലിയ ഭയങ്കര വെള്ളമൊന്നും കേൾക്കാറില്ല. തവളയൊക്കെ വളരെ റെയറാണ്. പഴയതുപോലെയൊന്നും ഇല്ല തവള. തവളയെ ആര് പിടിക്കും? അപ്പൊ ആരാ നമുക്ക് ആവശ്യമുള്ള ആളല്ലേ പാമ്പ്? തവളെ ആര് പിടിക്കണം? പാമ്പ് പിടിക്കണം. പാമ്പിനെ ആര് പിടിക്കും? പാമ്പിനല്ല, അയാളാണ് കീരി പിടിക്കുക. കീരി പിടിക്കുക. എന്നാലും നമ്മുടെ പുച്ചയിൽ ആരാണ് പിടിക്കുന്നത്? പരുന്തല്ലേ പിടിക്കുന്നത്? ആ, പരുന്ത്. പരുന്ത് അതുപോലെ പരുന്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്ക്യൂ വരുന്ന ഒരു സാധനമാണ് പരുന്ത്. കാരണം എന്താണ്? ഈ പരുന്ത് വളരെ ഹൈറ്റിൽ പറക്കുന്നതാണ് അല്ലേ? ഹൈറ്റിൽ പറന്നിട്ട് അതിന് ദൂരെ നിന്ന് ഭയങ്കര കാഴ്ചയല്ലേ പരുന്തിന്? അതിങ്ങനെ താഴെ നോക്കിയിട്ടാണ് പിടിച്ചോണ്ട് പോകുന്നത്. താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ലൈനിൽ അടിച്ച് കറണ്ട് അടിച്ച് അടക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒത്തിരി പരുന്തിനെ കിട്ടാറുണ്ട് നമുക്ക് തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ. ഒരുപാട് പരുന്തിനെ ഇതുപോലെ കറണ്ട് അടിച്ച് കിട്ടാറുണ്ട്. അതുപോലെ മയില്, ഒരുപാട് മയിൽ പുറത്തിറങ്ങി വരുന്ന മയിലുകളെല്ലാം ഇതുപോലെ കറണ്ട് അടിച്ച് കിട്ടാറുണ്ട്. കറണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ വാസം, നമ്മുടെ മനുഷ്യരുടെ എന്താണ് ഇടപെടൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയും. അറിയോ? മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്തുവാണ്? മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അറിഞ്ഞൂടാ? മനുഷ്യ വന്യജീവി സംഘർഷം എന്തുവാണ്? ഫൈറ്റ് അല്ലേ? അല്ലേടാ? ഫൈറ്റ് അല്ലേടാ സംഘർഷം എന്ന് പറഞ്ഞാൽ രാവിലെ ആനയ്ക്ക് ഞാനൊരു അടി കൊടുക്കുന്നു, ആന എന്നെ തിരിച്ച് 2 അടി അടിക്കുന്നു, അങ്ങനെയാണോ? ആണോ? അതേ പിച്ചു എന്നാണോ? അല്ല. എന്തുവാണ്? വന്യമൃഗങ്ങള് നാട്ടിലിറങ്ങി വരും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വനത്തിൽ പോകുന്നത് കൊണ്ടാണ് ആര് പുറത്തോട്ട് വരുന്നത്? നിങ്ങൾ അരിക്കൊമ്പന്റെ കാര്യമൊക്കെ കേട്ടിട്ടില്ലേ? അരിക്കൊമ്പന്റെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നമായതൊക്കെ അറിഞ്ഞില്ലേ? അരിക്കൊമ്പനെ കൊണ്ടുപോയതൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ചക്കക്കൊമ്പൻ, അങ്ങനെ കുറെ പേരുണ്ട്. അവരെയൊക്കെ കൊണ്ടുപോയതൊക്കെ അറിഞ്ഞില്ലേ? അതെ. അപ്പൊ ഇതാണ് വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. വന്യമൃഗങ്ങൾ എന്ത് ചെയ്യും? വന്യജീവിക്ക് എന്താ വേണ്ടത്? അവർക്ക് എന്താണ് ആവശ്യം? സ്കൂളിൽ പോണോ? ജോലി വേണോ? പിന്നെന്ത് വേണം? കാട് വേണം. വേറെ എന്താ വേണ്ടത്? കാടെന്ന് പറഞ്ഞാൽ അതിന്റെ എന്തുവാണ്? കാട് വീടാണ്, അതിന്റെ ഒരു ഷെൽട്ടറാണ് അല്ലേ? കാടെന്ന് പറയുന്നത് ഷെൽട്ടറാണ്. വേറെ എന്ത് വേണം? ഫുഡ് വേണം. അപ്പൊ എന്തോ വേണ്ടത്? ഫുഡും വേണം, ഷെൽട്ടറും വേണം, ജീവിക്കാൻ ആഹാരം വേണം, താമസിക്കാൻ വേണ്ടി കാടും വേണം. ഇതിനെ നമ്മൾ പോയി കൈകടത്തി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? നമ്മുടെ സ്ഥലത്തോട്ട് ഇറങ്ങി വരും. അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ ഇനി നിങ്ങൾ പറയോ അയ്യോ ആനയെ പുലിയൊക്കെ വഴി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ തല്ലിക്കൊല്ലുമ്പോ അങ്ങനെ തന്നെ വേണം, അടിച്ചു കൊല്ലട്ടെന്ന് പറയോ? ആരെങ്കിലും പറയോ? പറയില്ല. അപ്പൊ അതിന് കാരണം ആരാ? നമ്മളാണ് കാരണം അല്ലേ? നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോ അവര് സ്വാഭാവികമായും എന്ത് ചെയ്യും? പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പൊ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോ എന്ത് ചെയ്യും? നമ്മളെ മുന്നിൽ കാണുമ്പോൾ അതിന് ആവശ്യം എന്താണ്? ആഹാരമാണ്. അതിന് ആഹാരം കിട്ടണം എന്നുള്ളത്. പുലിയാണെങ്കിൽ പട്ടി ഉണ്ടെങ്കിൽ പട്ടിയെ പിടിക്കും. പിന്നെ മനുഷ്യരെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു വന്യജീവിയെ ഉപദ്രവിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രം. അത് പാമ്പായാലും ആനയായാലും പുലിയായാലും കടുവയായാലും അവർക്ക് ഫുഡ് ആവശ്യമില്ലെങ്കിൽ ഒരിക്കലും ഉപദ്രവിക്കില്ല. അപ്പോൾ കടുവ ഒരു ആഹാരം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് ചെന്ന് നമ്മൾ ഡാൻസ് കളിച്ചാൽ അത് മൈൻഡ് പോലും ചെയ്യില്ല, കളിച്ചിട്ട് പൊക്കോളാൻ പറയും. അതിന് ആഹാരമാണ് വേണ്ടത്. അത് വിശന്നിരിക്കുമ്പോഴാണെങ്കിൽ പിന്നെ നമ്മൾ ഡാൻസ് കളിക്കേണ്ടി വരില്ല. അപ്പോൾ അതുപോലെ അതിനാവശ്യം ആഹാരമാണ്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ മനുഷ്യരെ കണ്ടാൽ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ പിടിച്ചു എന്ന് വരാം. ആന പോകുന്ന വഴി ആനത്താര എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ആനത്താര കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തുവാണ് ആനത്താര? ആന പോകുന്ന വഴിയാണ്. ആന ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആ വഴി കൂടെ തിരിച്ചു പോവുള്ളൂ. അതിനെയാണ് ആനത്താര എന്ന് പറയുന്നത്. വനത്തിലൊക്കെ അങ്ങനെയാ. നമ്മൾ ആനയെ ഓടിക്കാൻ പോകും. നമ്മൾ ആനയുടെ കാൽപ്പാട് നോക്കി ആനയുടെ പുറകെ പോകും. പുറകെ പോയി കുറേ ദൂരം ചെല്ലുമ്പോൾ നമ്മൾ അപ്പുറത്തൂടെ ആന ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യൂല? ആന പോകൂല. ആന അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ പുറകെ പോയി അതിനെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് ചാർജ് ചെയ്യും. കാരണം അതിനറിയാം അത് വന്ന വഴി എവിടെ കൂടിയാണോ എന്നുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. ആ വഴി കൂടെ ആര് പോവുള്ളൂ? ആന തിരിച്ചു പോവുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അന്തരമാർഗ്ഗം ഓടിയിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റൂല. ആന ഭയങ്കര നിശബ്ദം, ഭയങ്കര സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. ചെറിയ ഇലയുടെ ഇടയിൽ വരെ ആനയ്ക്ക് മറഞ്ഞിരിക്കാൻ പറ്റും എന്ന് പറയും. കാരണം നമ്മളിങ്ങനെ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് അതിന് 2 കിലോമീറ്റർ വരെ സ്മെല്ലെടുക്കാൻ പറ്റും. നമുക്ക് പക്ഷെ അത് പറ്റുമോ?
പറ്റൂല. അതുകൊണ്ടാണ് വനത്തിനകത്ത് പോകുമ്പോൾ സ്പ്രേയും അതും ഇതൊന്നും അടിച്ചുകൊണ്ട് ഭയങ്കര കളറ് ചുവപ്പ് കളറൊക്കെ ഇട്ടുകൊണ്ട് പോകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ വീടിനകത്ത് കയറിയാൽ അതിനറിയാൻ പറ്റും. നമ്മുടെ വീടിനകത്ത് വേറെ ആരെങ്കിലും വന്നു നമ്മൾ അറിയൂലേ, അതുപോലെ അതിൻ്റെ വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആർക്കറിയാം, അതിനറിയാൻ പറ്റും. അപ്പോൾ അത് പോകുന്ന ഒരു വഴി, ആ വഴിയിൽ ആനത്താര എന്ന് പറയുന്ന സ്ഥലത്ത് വീടും കൊണ്ടുവച്ച് കടയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കളയൂലേ, കളയും. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ആനത്താരയിൽ കുടിലുകൾ കെട്ടി, ആദിവാസി വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ കുടിലൊക്കെ അവർക്ക് സ്ഥലം കൊടുത്തു, അവരവിടെയൊക്കെ വെച്ച് കെട്ടി. പക്ഷെ എന്ത് ചെയ്യും, ഇനി എവിടെ അത് പോകുന്ന വഴിയിൽ എന്ത് വെച്ചിരുന്നാലും ആര് നിന്നാലും ചവിട്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് പോകും. കാട്ടുപോത്ത് ഏകദേശം അതുപോലെയാണ്, വന്ന വഴിയിൽ കൂടിയാണ് തിരിച്ചു പോകുന്നത്. വേറെ മൃഗങ്ങൾക്കൊന്നും അങ്ങനെ വലിയൊരു പ്രത്യേകതയില്ല. പക്ഷെ ആന കാട്ടുപോത്തൊക്കെ അങ്ങനെയാണ്, എവിടെ കൂടിയാണോ വരുന്നത് അത് വഴിയെ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇങ്ങനെ നിന്ന് പറയും. അതുകൊണ്ട് സമയം ഉണ്ടോ, കുറച്ച് സമയം ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുവാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെന്താ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടവരാരാണ്? നമ്മളാണ് അല്ലേ, നിങ്ങളാണ്. നമ്മുടെയൊക്കെ കാലമൊക്കെ കഴിയാറായി വരുവാണ്, നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അടുത്ത നമ്മുടെ അപ്പൂപ്പനൊക്കെ വെച്ച മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കള് പറയണ എൻ്റെ അപ്പൂപ്പൻ വെച്ച മരമാണ് ഇവിടെ നിൽക്കണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ മരം വെക്കണ്ടേ? വെക്കണോ? അപ്പോൾ ആര് നട്ടുപിടിപ്പിക്കും? നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെ മരങ്ങളും നല്ല കാലാവസ്ഥയും നല്ല പരിസ്ഥിതിയും ഒക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ. ജൂൺ 5 എന്നൊരു ദിവസം മാത്രമാണ് ശരിക്കും നമ്മൾ എന്തുവാണ് പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ട് അന്ന് മാത്രം കുറേ തൈ കൊടുക്കുന്നു. വനംവകുപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറേ ഫ്രീ ആയിട്ട് ഒത്തിരി തൈ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രിയിൽ ബന്ധപ്പെട്ടാൽ അവർ ഒത്തിരി തൈ തരുന്നുണ്ട്, എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ കൊണ്ടുപോയി നട്ട് പിടിപ്പിച്ച് അതിനെന്ത് കൊടുക്കണം, ആഹാരം കൊടുത്ത്. ആഹാരം എന്തുവാണ്? രാവിലെ ബിരിയാണി, ഉച്ചയ്ക്ക് പൊറോട്ടയാണോ? പിന്നെന്ത് കൊടുക്കും? വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, വെള്ളം ഒഴിച്ചു കൊടുക്കും, വളം ഇട്ട് കൊടുക്കും. എന്നിട്ട് തന്നെ എന്ത് ചെയ്യണം, വലുതാക്കണം. എല്ലാ ദിവസവും നോക്കണം, പുഴുവൊക്കെ കടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നല്ല ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ആരും നോക്കണം, നോക്കൂലേ ചെടിയെ. നമ്മുടെ എന്തുവാണ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വലിയൊരു ഘടകമാണ് ആര്, മരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയും ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. അപ്പം അല്ലാതെ ഇതെല്ലാം മുറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ മനുഷ്യരെ പോലെ വന്യമൃഗങ്ങളെല്ലാം എവിടെ നിൽക്കും? നാട്ടിൽ. അങ്ങോട്ട് പോണ വഴിക്ക് ഒരു മുള്ളം വന്നി ഒരു തട്ട് കൊടുത്തിട്ട് പോകും ഇല്ലേ? അങ്ങനെ പോവോ? മുള്ളു ചീറ്റും ഇല്ലേ? മുള്ളം വന്നി മുള്ളു ചീറ്റൂല്ലേ? മനുഷ്യരുടെ അടുത്ത് അങ്ങനെ വലുതായിട്ട് ചീറ്റാറില്ല, പക്ഷെ മൃഗങ്ങളുടെ അടുത്തൊക്കെ ചീറ്റി കൊടുക്കും മുള്ളം. കണ്ടിട്ടുണ്ടോ മുള്ളം വന്നിയെ? എവിടെ കണ്ടു? സൂയിലല്ലേ? സൂയിലില്ലേ? സൂയില് കണ്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ പാമ്പുകളായാലും അതുപോലെയാണ്. പാമ്പിനെ എന്തുവാണ്, പാമ്പിനെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കുന്ന എന്തുവാണ്, പണ്ടൊക്കെ അടിച്ചു കൊല്ലുമായിരുന്നു. ഇപ്പൊ പക്ഷേ ഒരുപാട് നിയമങ്ങളുണ്ട്, ഷെഡ്യൂളിൽ വരുന്നതാണ് പാമ്പുകൾ. എല്ലാ ജീവികളും എന്തുവാണ് വൈൽഡ് ലൈഫ്, നമ്മുടെ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എല്ലാ ജീവികളെയും ഓരോ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂളിൽ വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നാണ്. അപ്പോൾ പാമ്പും അതുപോലെയാണ്, 1, 2, 3, 4 വരെ ഷെഡ്യൂളിലുണ്ട്. ഇപ്പോൾ നീർക്കോലിയെ ചുരുട്ടയൊക്കെ ആണെങ്കിൽ 4ാമത്തെ ഷെഡ്യൂളിലാണ്. എത്ര പാമ്പുണ്ട് കേരളത്തിൽ? എത്ര പാമ്പുണ്ട് നിങ്ങൾക്ക് അറിയാമോ? എത്ര പാമ്പുണ്ട്? ഒരു എണ്ണം ഉദ്ദേശം. കേരളത്തിൽ, തിരുവനന്തപുരത്തല്ല, കേരളം 18. പിന്നെ പറയട്ടെ, പറയൂ, ഞാൻ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പറയൂ. 300 പാമ്പ്, 200 പാമ്പ്, 400 പാമ്പ്, വരൂ 1000 പാമ്പ്, 29 പാമ്പ്. അപ്പൊ ഇനി ഞാൻ പറയട്ടെ, കേരളത്തിൽ 100ഓളം പാമ്പുകളാണുള്ളത്. 100 മുതൽ 120ഓളം ഇനം പാമ്പുകളാണ് ഇവിടെ ഉള്ളത്, കേരളത്തിൽ മൊത്തത്തിലുള്ളത്. ഇതിൽ വെനമസ്, നോൺ വെനമസ്, മൈൽഡ് വെനമസ് അങ്ങനെയുണ്ട്. വിഷമുള്ളത്, ഇല്ലാത്തത്, കുറച്ച് വിഷമുള്ളത്, ഇങ്ങനെയുണ്ട്. അതിൽ എത്ര വിഷമുള്ള പാമ്പുണ്ട്? എണ്ണം 80, 90, 100, 60. അപ്പൊ നിങ്ങൾ അടുത്ത പോലെ എത്തണില്ല. അപ്പൊ ഞാൻ പറയട്ടെ 5 പാമ്പ്. അയ്യോ, ഇത്രേ ഉള്ളൂ അല്ലേ? ഇതാണ് നമ്മൾ പാമ്പിനെ പേടിച്ചത്. ആകെ എത്ര പാമ്പുണ്ട് വിഷമുള്ളത്? വെനമസ് ആയിട്ടുള്ള 5 പാമ്പേ ഉള്ളൂ. ഈ 5 പാമ്പേ എന്ന് അറിയാമോ?
ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. 5 പാമ്പ് ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയാന്നുള്ള പറഞ്ഞേ. കോബ്ര, ഓക്കെ. ആ, റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി. ഓക്കെ, നെക്സ്റ്റ്. ചേരക്ക് പക്ഷേ അതിനെ കൊണ്ട് നമുക്കില്ല. കിങ് കോബ്ര അല്ലേ, അതല്ലേ രാജാവ്. ആരാണ് ദേശീയ ഉരകം എന്നറിയപ്പെടുന്നത്? ആരാണ്? നാഷണൽ സ്നേക്ക് കിങ് കോബ്ര. എന്താണ് നമ്മുടെ പാമ്പുകളുടെ എല്ലാം രാജാവ്. ആ, ഓക്കെ, കിങ് കോബ്ര. 4. എന്താണ് കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന 8 വീരൻ, ശംഖുവരയൻ, 8 മൂർഖൻ എന്നൊക്കെ പറയുന്ന, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ക്രൈറ്റ്, കോമൺ ക്രൈറ്റ് എന്ന് പറയും. പിന്നെ ഒരു 5ാമത് ഒന്നും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് അത്ര കോമൺ അല്ല, നമുക്കും അത്ര കോമൺ ആയിട്ടുള്ള പാമ്പല്ല. അതിന് എന്തുവാണ്? ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയും. അണലിയുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു പാമ്പാണ്. അത് അധികം നമുക്കിവിടെ അങ്ങനെ കാണാറില്ല. പക്ഷേ അണലിയേക്കാളും വിഷം കൂടിയതാണ് ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയുന്നത്. സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും, വൈപ്പറിന്റെ ഒരു ഫാമിലിയാണ്. ഈ 5 പാമ്പിന് മാത്രമേ ശരിക്കും വിഷമുള്ളൂ. ബാക്കി എല്ലാ പാമ്പുകളും എന്താണ് ഈ വിഷമുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണം കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തട്ടിപ്പോവാം, ആന്റിവെനം ചെയ്യും അല്ലേ? ആന്റിവെനം എടുക്കുക, നമ്മൾ ആന്റിവെനം പോയി ഇഞ്ചെക്ട് ചെയ്യും. അതുകൊണ്ട് മരിച്ചു പോകാനുള്ള സാധ്യത ഇപ്പൊ വളരെ കുറവാണ്. പക്ഷെ കിങ് കോബ്ര കടിച്ചാൽ എന്ത് ചെയ്യും? മരിച്ചു പോകും. കാരണം എന്തുവാ? കിങ് കോബ്രയ്ക്കുള്ള ആന്റിവെനം ഇല്ല, ഇന്ത്യയിലേ ഇല്ല. ഇവിടെ അല്ല, ഇന്ത്യയിലേ ഇല്ല. തായ്ലൻഡിൽ മാത്രമേ ഉള്ളൂ ആന്റിവെനം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരാളെ പെട്ടെന്ന് കിങ് കോബ്ര കടിച്ചാൽ ഇവിടെ നിന്ന് ഓടി അങ്ങ് തായ്ലൻഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ കിങ് കോബ്ര കടിച്ചാൽ മാത്രം എന്ത് ചെയ്യും? മരിച്ചു പോവും. ബാക്കി പാമ്പുകളൊക്കെ ബാക്കി 4 പാമ്പ് കടിച്ചാലും എന്ത് ചെയ്യാം? ആന്റിവെനം ചെയ്യാം, ആള് രക്ഷപ്പെടാം. പക്ഷേ എത്രയും വേഗത്തിൽ ചെയ്യണം. പ്രഥമ ശുശ്രൂഷ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരാളെ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് ആളിനെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് ആളിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. പാമ്പിന് കാഴ്ചയുണ്ടോ? ഇല്ല. എന്താ കണ്ണില്ലേടാ? ഇല്ലേ? നല്ല 2 ഉണ്ട കണ്ണില്ലേ പാമ്പിന്? കാഴ്ചയുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ, ഇല്ല. യെസ് ഓർ നോ? യെസ്. കാണാം ഇല്ലേ? കാണാം ഇല്ലേ? കണ്ടൂടെ? പിന്നെ എന്തോ ഒരു ഡൗട്ട് കണ്ടൂടാന്ന്. ആർക്കൊക്കെ കണ്ണുണ്ട്, പക്ഷെ എന്തിനാണോ തോന്നുന്നൊരു വിഷമം. ആണോ? കണ്ണുണ്ട്, പക്ഷെ എന്താ വിഷൻ ക്ലിയർ അല്ല കേട്ടോ. ബ്ലേഡ് വിഷനാണ്, ഒരു മങ്ങിയ കാഴ്ചയാണ്. ഇപ്പൊ ഞാനാണോ ആനയാണോ മുന്നിൽ നിൽക്കുന്നതിന് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. അത്രേ ഉള്ളൂ. കാണാം കേട്ടോ. ചെവിയുണ്ടോ? ചെവി ഇതുപോലത്തെ 2 സാധനം ഇല്ലല്ലേ? കണ്ടിട്ടില്ലല്ലേ? പാമ്പിന്റെ ഇങ്ങനെ പത്തി വിടാത്തി നിൽക്കുമ്പോ 2 കണ്ടോ? ഇല്ല, കണ്ടില്ല. കേക്കാമോ? അപ്പൊ കേക്കാമോ? ചെവിയില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ അറിയാന്ന് നമ്മൾ പറയുന്നത് ആണോ? കേക്കാമോടാ? ചെവി ഉണ്ടോ? ഉണ്ട്. ഇനി ആര് ചോദിച്ചാലും ചെവി ഇല്ലാന്ന് പറയരുത്. പാമ്പിന് ചെവി ഉണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? അങ്ങനെ കണ്ടോ? പത്തിയിൽ 2 സാരം ഇരിക്കുന്നത് കണ്ടോ? ഇന്റേണൽ ഇയർ ആണ് കേട്ടോ. അകത്താണ് ചെവി, അകത്താണ് ഇരിക്കുന്നത്. ഇന്റേണൽ ഇയർ ആണുള്ളത്. പാമ്പിങ്ങനെ എഴിഞ്ഞു പോകുമ്പോ എങ്ങനെ അറിയുന്നത്? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഭൂമിക്ക് ഉണ്ടാവുന്ന ഒരു സ്പന്ദനം അല്ലേ? ആ ഒരു സ്പന്ദനത്തിൽ കൂടിയാണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഭൂകമ്പമൊക്കെ ഉണ്ടാവുമ്പോ പെട്ടെന്ന് പാമ്പ് അറിയും എന്ന് പറയുന്നത് കേട്ടോ. പാമ്പിൽ അങ്ങനെയാണ് അറിയുന്നത്. പിന്നെ നാക്കുണ്ടോ? എങ്ങനത്തെ നാക്കാം? പിന്നെന്തോ പറയുന്നേ? വി ഷേപ്പ് അല്ലേ? എന്തോ അതിന് പറയുന്നേ? ബൈ ഫിംഗർഡ് എന്ന് പറയും അല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? പാമ്പ് നാക്ക് ഇങ്ങനെ വെളിയിലിടുന്നു, ഇങ്ങനെ അനക്കുന്നു, പെട്ടെന്ന് തിരിച്ചു കയറ്റുന്നു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? സെൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ അകത്ത് കൊണ്ടുവന്ന് മടക്കി ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗനിൽ കൊണ്ട് വെക്കുമ്പോഴാണ് ഇതിന് മനസ്സിലാവുന്നത്. ഏതാണ് ആ ഓർഗൻ? ഓർഗന്റെ പേരെന്തുവാ? മൗത്ത് ഓർഗൻ എന്നോ? വായിക്കുന്ന സാധനം. കുഞ്ഞിന് ആ ഓർഗനെ അറിയാവോ? അതുകൊണ്ട് അത് പറഞ്ഞതാണ്. ഏതാ ഓർഗൻ? ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, 9th-ലോ 10th-ലോ ഉണ്ട്. ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗൻ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സെൻസ് ചെയ്യുന്നു, പെട്ടെന്ന് മടക്കി അകത്ത് വയ്ക്കുന്നു. ആ ഓർഗനിൽ കൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇതിന് അറിയാൻ പറ്റുന്നത് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ അതെല്ലാം വിട്ടു മാറ്റി തരാം. ഇതെല്ലാം ഇത്രയും അറിയാം. കേട്ടൊരു ഇതുണ്ടല്ലോ, അത് മതി. ഞാൻ ഇങ്ങനെ പോകും, പിടിച്ചു പോകും. പോട്ടെ. അപ്പോൾ എന്തുവാണ്? അപ്പോൾ എൻവയോൺമെന്റൽ ഡേ ആണ്. എല്ലാവരും ഹാപ്പിയാണ്. മരം ചെടിയൊക്കെ കിട്ടുന്നതിനെ കൊണ്ടുപോയി നടും ഇല്ലേ? നടൂല്ലേ? ഓക്കെ. ആർക്കെങ്കിലും പാട്ടോടെ അറിയാമോ? പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പാട്ട് പാടിയേ. വരൂ, വായോ. ഒരു പാട്ട്
എനിക്ക് അറിഞ്ഞൂടാ. ഗുണയിലെ സോങ് എനിക്ക് അറിഞ്ഞു. മക്കള് പാടിക്കാൻ പറഞ്ഞത് മതിയാക്കട്ടാ വേണ്ട. ടീച്ചർ എന്നെ ഓടിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടീച്ചറോട് പറയണം ക്ലാസ് എടുത്ത് തരാൻ, വിളിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ വന്ന് ക്ലാസ് എടുത്ത് തരാം കേട്ടാ. നമുക്ക് അപ്പോൾ എന്താണ് വനം, വന്യജീവി സംരക്ഷണം, അങ്ങനെ എന്തുവാണ് പ്രകൃതി, എന്തുവാണ് കാട്, എന്തുവാണ് ഏതൊക്കെ വന്യജീവികളുണ്ട്, അവ എങ്ങനെയൊക്കെ നമ്മൾ നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊരു ക്ലാസ് ഒരു 2-3 മണിക്കൂറിനെങ്കിലും വേണം. നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ ഇതുണ്ട്, ടെലിപ്രോംപ്റ്ററൊക്കെ ഉണ്ട്. ഞാനപ്പോൾ അതിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാസ് എടുത്ത് തരാൻ ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ വന്ന് ക്ലാസ് എടുത്ത് തരാം. ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി ക്ലാസ് ഇല്ലേ? പോണ്ടേടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പരിസ്ഥിതി ദിനം അല്ലേ? അപ്പൊ എല്ലാവർക്കും എന്റെ പരിസ്ഥിതി ദിനാശംസകൾ. ഓക്കെ അല്ലേ? അപ്പൊ തിരിച്ചു കൊണ്ടാ എനിക്ക് ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി വീണ്ടും എപ്പോഴെങ്കിലും കാണാം. ചെടി വാങ്ങിക്കൊണ്ട് പോകുന്നതിനെ നട്ട് വെക്കണം. ഓക്കെ അല്ലേ? മറക്കോ? ചെടി വാങ്ങിച്ചോണ്ട് പോകുമ്പോ എന്നെ ഓർമ്മിക്കണം. രാവിലെ എന്നെ ഓർമ്മിക്കണം. അയ്യോ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുമ്പോ എന്നെ ഓർക്കണം കേട്ടോ. ഓർക്കോ? അത് ഇന്നത്തോടെ എന്നെ മറന്നു പോവും. വീട്ടിൽ പോയി യൂട്യൂബ് നോക്കണം ഇങ്ങനൊരു സംഭവം ഉണ്ടോ കേട്ടാ. ഇങ്ങനെ ഒരു മുഖം അതിലുണ്ടാന്ന് നോക്കണം. റോഷിനെ കൊടുത്തിട്ട് കൂടെ ഒരു സ്നേക്കും കൂടെ കൊടുത്താൽ മതി കേട്ടാ. പാമ്പ് പിടുത്തത്തിലെ പെൺവാവ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. നിങ്ങക്ക് പാമ്പ് പിടിക്കുന്ന ആരെ അറിയാം? ആ പേരിനെ കൂടെ ചേർത്ത് വെച്ചേക്കുന്നതാണ്. ശരി, അങ്ങനെ വെറുതെ പറഞ്ഞതാ. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിലൊക്കെ കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇല്ല. കൊച്ചു പിള്ളേർക്ക് തന്നെ വേണ്ട. ഇല്ലേടാ, കണ്ട പിള്ളേരെ കണ്ടാ ഇരുന്ന് ചിരിക്കുന്നത്. ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയി റോഷ്നി ജിഎസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് നോക്കിയാൽ ഞാൻ പാമ്പിനെ പിടിച്ചേക്കുന്ന കുറെ വീഡിയോസ് കാണാൻ പറ്റും. യൂട്യൂബിലും ഉണ്ടെന്നോ. യൂട്യൂബ് ചാനലായിട്ടൊന്നും ഇല്ല, കാരണം നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ചാനൽ തുടങ്ങിക്കൂടാ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഇതിൽ ഇലൂമിനാറ്റി ഒക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇട്ട് കുറെ പാമ്പിനെ പിടിച്ചേക്കുന്ന കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട്. വെറുതെ പോയി കണ്ടോ. നിങ്ങൾക്ക് എന്താണ് പേടി? എനിക്കില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. സാധാരണ ഞാൻ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ രാത്രിയാകുമ്പോൾ മെസ്സേജ് വരും, ദയവ് ചെയ്ത് ഇടരുത്, രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് കണ്ടിട്ട് ഉറക്കമില്ല എന്ന് പറയും. പാമ്പിന് കുറച്ച് ആൾക്കാർക്ക് മീൻസ് ഒരു 90% പേർക്കും മറ്റു മൃഗങ്ങളെ അത്ര പേടിയില്ല, പക്ഷെ പാമ്പിനെ കുറച്ച് പേർക്ക് ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. പാമ്പ് അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയല്ല. എനിക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ഇഷ്ടം വന്യമൃഗങ്ങളോടാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, വലിയ ആൾക്കാരെ വലിയ ഇഷ്ടമല്ല. കാരണം അവരെക്കാൾ എന്തുവാണ് ചതിയും വഞ്ചനയും ഒരു കുഴപ്പമില്ല. നല്ല എന്തോ ഭയങ്കര സ്നേഹമാണ്. എനിക്കൊരു കുരങ്ങുണ്ടായിരുന്നു, കുഞ്ഞു കുരങ്ങ്. ഒരു 5 ദിവസം വരും, ഒരു 4-5 ദിവസം പ്രായമുള്ള മീൻസ് ഇവിടെ മലയൻകീഴ് ഭാഗത്ത് മുക്കുന്നിമല നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുക്കുത്തിമലയിലെ പാറക്കോറിയുണ്ട്. പാറ പൊട്ടിച്ചപ്പോൾ കുരങ്ങന്മാരെല്ലാം കൂടി പുറകെ താഴെ ഇറങ്ങി വന്നു. ഭയങ്കര ശല്യമായപ്പോൾ ഇവര് നൈസിൽ വിഷം വെച്ചൊക്കെ കൊല്ലുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അമ്മയെ അച്ഛനും വിഷം കഴിച്ച് മരിച്ചുപോയി. അപ്പൊ അച്ഛൻ്റെ വയറിൽ ഇങ്ങനെ കുരങ്ങിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ വയറിൽ ഇരുന്നതാണ് ഒരു കുഞ്ഞു കുരങ്ങൻ. ഒരു 4-5 ദിവസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളാ പോയി റെസ്ക്യൂ ചെയ്യുന്നത്. അവിടെ ഒരു പോലീസുകാരെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ പോയി എടുത്തിട്ട് എന്തുവാണ് നമ്മൾ ശരിക്കും സാധാരണ ചെയ്യുന്നത്, കുഞ്ഞായാലും വലുതായാലും എടുക്കും, നമ്മൾ വനത്തിൽ കൊണ്ടങ്ങ് വിടും, അത്രേ ചെയ്യുള്ളൂ. രക്ഷപ്പെടുമോ ഇല്ലയെന്നൊന്നും നമുക്ക് നോക്കൂല. പിന്നെ നമുക്ക് കുറച്ച് എന്തുവാണ് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഒരാളാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിനെ എടുത്തുകൊണ്ട് വന്നു. ശരിക്കും നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വിടാൻ തോന്നൂല. അങ്ങനെ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിനെ വളർത്തി, ഓഫീസിൽ വളർത്തി. ശരിക്കും നമുക്ക് വീട്ടിൽ വളർത്താൻ പാടില്ല, എന്തുവാണ് ഷെഡ്യൂൾ വരുന്നതാണ്, കേസാവും. ഞാൻ ഫോറസ്റ്റ് ഓഫീസർ ആയാലും കേസാവും, വളർത്താൻ പാടില്ല എന്നാണ്.
പക്ഷെ ഞാനിത് പകല് ഓഫീസിലിട്ട് വളർത്തും, രാത്രിയാകുമ്പോൾ പെർമിഷനൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകും. കാരണം കുപ്പിയിലാണ് പാല് കൊടുക്കുന്നത്, അവിടെ കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ രാത്രി നൈസിൽ വീട്ടിൽ കൊണ്ടുപോകും, രാത്രി വീണ്ടും ഓഫീസിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ അങ്ങനെ 1 വയസ്സ് വരെ ഞാൻ വളർത്തിയേനെ. ഇത്തിരി സ്നേഹമാണെന്ന് അറിയാമോ, ഭയങ്കര സ്നേഹം. പക്ഷെ എൻ്റെ മക്കളെ വളർത്താൻ ഞാൻ ഇത്ര ബുദ്ധിമുട്ടിയിട്ടില്ല, അതിനേക്കാളും പാടാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഹൈറ്റിലൊക്കെ കയറി ഇരുന്നിട്ട് ദുമ്മനെ എടുത്ത് നമ്മളെ തലയിൽ കൂടെയൊക്കെ ചാടിത്തരും. ഭയങ്കര സ്നേഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരെക്കാൾ ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് എല്ലാ വന്യമൃഗങ്ങളും. ഞാൻ കുരങ്ങിനെ മാത്രമല്ല, മലയണ്ണാനെ വളർത്തിയിട്ടുണ്ട്, മരപ്പട്ടി ഇഷ്ടംപോലെ കിട്ടും, കുഞ്ഞുങ്ങൾ ഒരുപാട് കിട്ടും. മരപ്പട്ടി കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട്, മൂങ്ങ, അതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നതെല്ലാം അത്യാവശ്യം ഞാൻ ഒരു ഇതുവരെ വളർത്തുമായിരുന്നു. എനിക്കതൊരു ഭയങ്കര ഒരു താല്പര്യമാണ് അങ്ങനെ ചെയ്യാൻ, അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കുരങ്ങിനെ വളർത്തി 1 വയസ്സായി. എന്തുവാണ്, ഞാൻ വെളിയിൽ ചെടിയിൽ മുന്തിരിങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് കെട്ടി തൂക്കി ഇട്ട് കൊടുക്കും. കാരണം സ്വന്തമായിട്ട് അത് ഫീഡ് ചെയ്യാൻ പഠിക്കണമല്ലോ. മറ്റേ നമ്മൾ കുപ്പിയിലാണ് പാല് കൊടുക്കുന്നത്. എല്ലാം കഴിക്കും, എന്ത് കൊടുത്താലും കഴിക്കും. നോൺ വെജ് ഒന്നും കൊടുക്കാറില്ലായിരുന്നു. പിന്നീട് ആയപ്പോഴത്തേക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യമൃഗങ്ങളുടെ കുറച്ച് പാര വന്നു. അങ്ങനെ നിവർത്തിയില്ല, കാരണം നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ സഹിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ടും. അങ്ങനെ കുറച്ച് പാര വന്നു. പിന്നെ എനിക്കതിനെ റിലീസ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 1 വയസ്സായപ്പോൾ ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാണെന്ന് തോന്നുന്നു. 1 വയസ്സായപ്പോഴത്തേക്ക് ബോണക്കാട് വനത്തിക്കൊണ്ട് വിട്ടു. പോലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ 1 മാസം ആഹാരവും വെള്ളവും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്നു. അത്രയ്ക്ക് ആ ഒരു എന്തുവാണ്, അറ്റാച്ച്ഡ് ആയിരുന്നു, ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ ഇതിൻ്റെ കൂടെ കിടത്തി ഉറക്കും, ഞാനില്ലാതെ അവ എങ്ങും പോകില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും എൻ്റെ അടുത്തൊന്നും മാറില്ലായിരുന്നു. പിന്നെ 1 വയസ്സായപ്പോൾ ഞാൻ കൊണ്ടുവിട്ടു. അതിനുശേഷം അധികം ഇങ്ങനെയുള്ള സാധനങ്ങളെ അത്രയ്ക്ക് ഒരു ഇതാവാൻ പോകില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വളർത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ഭയങ്കര സ്നേഹമുള്ളതാണ്. പക്ഷെ വലിയ ആൾക്കാർക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെക്കാളും സ്നേഹമുള്ളതാണ് ആര്? വന്യമൃഗങ്ങൾ. അതുകൊണ്ട് വന്യമൃഗങ്ങളെ ആര് സംരക്ഷിക്കണം? നമ്മൾ സംരക്ഷിക്കണം കേട്ടോ. വന്യമൃഗങ്ങളെയും മാത്രമല്ല, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ആര് സംരക്ഷിക്കണം? പ്രകൃതി. അതെ, ചെടികളെ സംരക്ഷിക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പം നിങ്ങൾ ഇനി വരുന്ന തലമുറ ചെടികളെയും മരങ്ങളെയും മൃഗങ്ങളെയും എല്ലാം സംരക്ഷിക്കണം. കൊല്ലാൻ പാടില്ല കേട്ടോ, ഒന്നിനെയും കൊല്ലരുത്, ഒരു കുഞ്ഞു ജീവിയെ പോലും കൊല്ലരുത്. കാരണം നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അവകാശപ്പെട്ടതാണ് ആ ഭൂമി. ആർക്കൂടി ഉള്ളതാണ്? അതിനും കൂടി ഉള്ളതാണല്ലേ. എന്നിട്ട് കൊതു വന്നിരിക്കുമ്പോൾ നമ്മൾ അടിച്ചു കൊല്ലും, സ്വാഭാവികമാണ്. എന്നാലും നമ്മളല്ലാത്ത കുഞ്ഞു ജീവികളൊക്കെ ഇല്ലേ നമ്മൾ കാണുന്നതില്ലേ, പോണ വഴിക്ക് ഒരു മനഃപൂർവ്വം എന്ന് പറഞ്ഞ് ചവിട്ട് കൊടുത്തിട്ട് പോകില്ലേ, അങ്ങനെ കൊല്ലരുത്, ഒരു ജീവിയും കൊല്ലരുത് കേട്ടോ. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എനിക്കുള്ളതുപോലെ നിങ്ങൾക്കുള്ളതുപോലെ ഒരു ഉറുമ്പിനായാലും ഉണ്ട്. അവർക്ക് അവരുടേതായ ഓരോ കടമകളുണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരെയും സംരക്ഷിക്കുമല്ലോ, ഓക്കെ അല്ലേ? ഞാൻ പോകുമ്പോ ഇതെല്ലാം പോവോ? ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്നെ ഇവിടെ വിളിച്ചത്, ടീച്ചറിന്റെ പേര് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ, എന്താ? ഗായത്രി. ഓക്കെ. ഗായത്രി ടീച്ചറാണ് എന്നെ ഇവിടെ വിളിച്ചത്. അപ്പൊ ടീച്ചറിനും പിന്നെന്തുവാ, മാനേജർ, ഡയറക്ടർ, പ്രിൻസിപ്പൾ, ഇവിടെ ഇത്രയും നേരമൊക്കെ ആയിട്ട് ടീച്ചർമാരെല്ലാം അന്തം വിട്ടിരിക്കുകയാണ്. പോണില്ലേ തോന്നുന്നു കേട്ടോ, ചോദിക്കുന്ന പുറകിരുന്ന് പോണില്ലേ ആണോ? ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിന് ഇങ്ങനൊരു ദിവസം നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിന് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസമല്ല, ഇനിയുള്ള ദിവസങ്ങളെല്ലാം വർഷം മുഴുവനും നല്ലതാവട്ടെ. എനിക്കിനി 24 വർഷത്തെ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായി? 10, 12 അല്ലേ? 11 അല്ലേ? 10, 12, 12. അപ്പോൾ 24 വർഷം സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ റിട്ടയർ ആവുന്ന മുമ്പേ നിങ്ങൾക്ക് 10, 21, 25 വയസ്സൊക്കെ ആവും. ആവും. അപ്പം നിങ്ങളൊക്കെ എന്നെക്കാളും മുകളിൽ വലിയ പോസ്റ്റിൽ വരണം കേട്ടോ. അപ്പം നമുക്ക് കാണാം. അപ്പം പറയണോ, അന്ന് പണ്ട് അവിടെ വന്നിന്ന് കുറേ തള്ളിയിട്ട് പോയാണെന്ന് പറയണം. പറയാ നോക്കിക്കോ, അടിയത് കേട്ടാ. കാണുമ്പോൾ മിണ്ടൂലേ? ഓർമ്മ കാണുമോ എന്നെ? അതേ മറക്കുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. On behalf of our students, we are thanking you for the wonderful words, ma'am. Caring for our nature and the land is integral to our own health. Let's understand our responsibility towards the earth as we celebrate Environment Day 2024. Let's pay our rent for the privilege of living on this beautiful blue-green living earth. Let's hear a poetry by O.N.V. Kurup. I called up on stage Vidya ma'am to recite the poem. എന്നിനി അധികം ഒരുപാട് സംസാരിക്കാനുള്ള സമയമില്ലാത്തത് കാരണം ONV കുറുപ്പ് സാറിൻ്റെ ഒരു തൈ നടുമ്പോൾ എന്നുള്ള കവിത ഞാൻ പറയാം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു,
നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു. മണ്ണിലും വിണ്ണിന്റെ മാറിലെ ചാന്ത് തൊട്ട് അഞ്ജനമിടുന്നു. ഒരു വസന്തത്തിനു വളർപ്പന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. 1000 പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാടും മൃദു കന്യയുടെ ആർദ്രത നടുന്നു. തളിരായും ഇലയായും മിത്തൽ വിരിയും അഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു. ശാരിക പെണ്ണിനു താണിരുന്നാടാനൊരു ഊഞ്ഞാൽ നടുന്നു. കിളിമകൾ പെണ്ണിന്റെ തേൻകുടം വെക്കാനൊരു ഉറിയും നടുന്നു. അണ്ണാറക്കണ്ണനും പൊന്നോണം ഉണ്ണുന്ന പുകിലുകൾ നടുന്നു. കൊതിയൂറി നിൽക്കുന്ന കുസൃതിക്കുരുന്നിന്റെ കൈനിറയെ മടിനിറയെ മധുരം നടുന്നു. ഒരു കുടം നീരുമായി ഓടുന്ന മുകിലിനും ഒളിച്ചുപോം കാറ്റിനും ഒന്നിച്ചിറങ്ങാൻ ഒതുക്കുകൾ നടുന്നു. കട്ടുമതിയാവാത്ത കാട്ടിലെ കള്ളനും നാട്ടിലെ കള്ളനും നടുവഴിയിലെത്തവേ വാനോളം ഉയരത്തിൽ വാവൽ കരിങ്കൊടികൾ കാട്ടുവാൻ വീരനും തൈയുകൾ നടുന്നു. ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, പല തണൽ നടുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ വായിച്ചു വരുന്നേ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കെല്ലാം നമ്മുടെയും കൂടെ നിലനിൽപ്പിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയാൻ നമ്മുടെ നിലനിൽപ്പാണല്ലേ. സസ്യങ്ങളും ജന്തുക്കളും പരസ്പരം ആശ്രയത്തിലാണ് ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. താങ്ക് യു. Next, I request Roshni ma'am, our chief guest, to hand over the seeds, grow bags and few saplings to our school. I call upon stage Aditya and Vaishnav to receive the seeds and few students to receive the saplings. To observe June 3rd as the World Bicycle Day, to spread the awareness of benefits of cycling and how it plays an important role in reducing environmental pollution, we have conducted a cycling competition in the sports complex. Master Nitish of grade 6 is selected as the winner. I request Nitish to come on stage and receive the token of appreciation. I welcome Vidya ma'am to hand over the sapling. On behalf of our school, I extend my heartfelt thanks to our chief guest, Roshni ma'am. Ma'am, your presence means a lot to us. Thank you for being our guest and for supporting this occasion special. I thank our school director, Krishan Ratta sir, for his visionary leadership and commitment. Thank you sir for your tireless effort. Next, I thank our manager, Krishna ma'am, for her genuine effort in managing the school resources and facilities. Ma'am, your contribution cannot not go unnoticed. Now, I thank our principal Binil sir for his continuous support and guidance to make each one of us a better person. Thank you sir. I thank our vice principal Vidya ma'am, who shows immense love towards us. I appreciate Sundar sir for his dedication to create a beautiful garden in our school. Thank you sir for your support. Next, I would like to appreciate the students of grade 7 who have donated a few saplings for our vegetable garden in school. Thank you guys for being a part of this initiative. Last but not least, my heartfelt thanks to all teachers for their love and support. Thank you. Thank you, Anjali. As we conclude, let's remember that the day is not just about one day of the year. It's all about making a commitment to the planet every day. Let's continue to cherish and protect our precious environment. Thank you all for joining us in this celebration, and let's strive to be the change makers our planet needs. Happy Environment Day.